കൂടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. ഇന്ന് സംസ്ഥാന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ അതിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ള മുദ്രാവാക്യം സാമൂഹ്യ ബോധമുള്ളവരാകുക, വ്യക്തിത്വം അടയാളപ്പെടുത്തുക, ഏതൊരാളുടെ മുമ്പിലും ചങ്ക് കുനിക്കാതെ, ഏതൊരാളുടെ മുമ്പിലും ശിരസ് കുനിക്കാതെ, ഏതൊരാളുടെ മുമ്പിലും അനിഷേധ്യമായി പറയാനുള്ള വാക്ക് നമ്മുടെ വ്യക്തിത്വം നമ്മൾ അടയാളപ്പെടുത്തണം. ഏത് മേഖലയിലാണ്, വിദ്യാഭ്യാസ മേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, തൊഴിൽ മേഖല, മാന്യതയുടെ മേഖല, മാന്യതയുടെ മേഖല, സംസ്കാര ശൂന്യതയില്ലാത്തവരല്ലാതെ സംസ്കാരമുള്ളവരായി ഒരു മുസ്ലിം ഉമ്മത്ത്, ഹൈർ ഉമ്മത്ത് എന്ന് പഠിപ്പിച്ചതുപോലെ ഒരു മുസ്ലിം ഉമ്മത്തായി നമ്മുടെ അഭിമാനം, അസ്തിത്വം വകവെക്കാതെ നമ്മുടെ അഭിമാനം ഉയർത്തിപ്പിടുള്ള ഇന്ത്യ അറിവുണ്ടെന്ന് പ്രഖ്യാപിക്കാൻ ഓരോ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷന്റെ നമ്മുടെ കാര്യങ്ങൾ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ജില്ലാ സമ്മേളനം മറ്റതുപോലെ തന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടെന്ന കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായ കരുത്തരായ ജില്ലാ പ്രസിഡന്റ് കബീർ സർക്കുലേഷൻ ക്ഷണിച്ചുകൊണ്ട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം പഞ്ചായത്ത് കൺവെൻഷനുകൾക്കും ശാഖാതല കൺവെൻഷനുകൾക്കും മണ്ഡലം സമ്മേളനങ്ങൾക്കും ജില്ലാ കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ശാഖാ സമ്മേളനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല. അത് കൺവെൻഷൻ ഒന്നുകൂടി നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി ഈ ശാഖയെ പോലുള്ള വെല്ലെണ്ണാവുന്ന ജില്ലയിലെ കുറച്ച് ശാഖകൾ മാത്രമാണ് സമ്മേളനത്തിൽ ഈ ശാഖയിലാണെങ്കിൽ 2 ദിവസത്തെ സമ്മേളനമാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച സമ്മേളനം വിദ്യാഭ്യാസ സെമിനാറും ക്വിസ് മത്സരവും അതുപോലെ ഇന്ന് രാവിലെ നടന്ന ചങ്ങാതിക്കൂട്ടം സംസ്ഥാന കമ്മിറ്റിയുടെ ചങ്ങാതിക്കൂട്ടം പരിപാടി മാസത്തിൽ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ സംഘടിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ശാഖാ കമ്മിറ്റി മുന്നിട്ടിറങ്ങുന്നതിൽ ജില്ലാ കമ്മിറ്റി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റു പഞ്ചായത്തുകളിലും പഞ്ചായത്ത് കൺവെൻഷനുകളും കോളേജുകളിൽ യൂണിറ്റ് സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഞങ്ങൾ കാതോർത്തിരിക്കുമ്പോൾ അതിന് എന്നും 50 പതാകകൾ എത്തുകയാണെങ്കിൽ അതിൽ കൂടുതൽ പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ശാഖയ്ക്ക് അനുവദിച്ചിട്ടുള്ള പ്രതിനിധികളിൽ കൂടുതൽ ആൾക്കാർ തന്നെ പദയാത്രയിലേക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നത് നിർണ്ണയിക്കപ്പെടുകയാണ്. വികാരഭരിതമായ രീതിയിൽ അധ്യക്ഷ പ്രസംഗവും ഉദ്ഘാടന പ്രസംഗവും എന്റെ പ്രിയപ്പെട്ട എംഎസ്എഫിന്റെ പ്രവർത്തകർ വീക്ഷിച്ചിരിക്കുകയാണ്. അതിലുപരി ഒരു പ്രമേയ വിശദീകരണത്തിലേക്ക് എംഎസ്എഫിന്റെ സംസ്ഥാന കമ്മിറ്റി 50ാം വാർഷികം സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയെ ആസ്പദമാക്കിയിട്ടുള്ള പ്രമേയം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ചെറിയ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. സാമൂഹ്യ ബോധമുള്ളവനാവുക, വ്യക്തിത്വം അടയാളപ്പെടുത്തുക എന്ന പ്രമേയമാണ് സംസ്ഥാന കമ്മിറ്റി നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ആ ഭരണമേഖലകളിലേക്കൊന്നും കടക്കാതെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നാം കണ്ടുവരികയാണ്. സ്വാശ്രയത്തിന്റെ പേരിലാണെങ്കിലും എസ്എഫ്ഐക്കാരുടെ ഒരുപാട് അവകാശങ്ങൾ, ആ അവകാശങ്ങൾ ഇപ്പോൾ പാളിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ചെറിയ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ സ്വാശ്രയം എന്നു പറഞ്ഞാൽ ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ ചിലപ്പോൾ അറിയാത്തവരുണ്ടായേക്കാം. ആ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, എസ്എഫ്ഐ എന്ന സംഘടന ചിലപ്പോൾ നിങ്ങളെ ആകർഷിക്കുന്ന രൂപത്തിൽ, ചെറിയ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന രൂപത്തിൽ കേരളത്തിലൊട്ടാകെ വ്യാപകമായ പ്രതിഷേധങ്ങളും അക്രമങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് നിങ്ങൾ ചിലപ്പോൾ വീക്ഷിച്ചേക്കാം, ചിലപ്പോൾ കണ്ടറിഞ്ഞേക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അക്രമരാഷ്ട്രീയം എസ്എഫ്ഐക്കാരെ എപ്പോഴും നടത്തുന്ന ഒരു സംഭവമാണ്. പ്രസ്ഥാന രൂപത്തില് 4 ദിവസം മുമ്പ് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി സ്വരാജ് തന്നെ പറയുകയുണ്ടായി, സമരം നടത്തിയിട്ട് അവകാശങ്ങൾ നേടുന്നതിൽ ഞങ്ങൾ യോജിക്കുന്നില്ല എന്നൊരു രൂപത്തിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് ഒരു പ്രസ്താവന നടത്താൻ സ്വരാജ് തയ്യാറാവുകയാണ് ചെയ്തത്. കാരണം സ്വാശ്രയത്തിന്റെ പേരിൽ ആദ്യം മുതൽക്ക് 94 മുതൽക്ക് അവർ പറഞ്ഞു നടന്ന സംഭവമാണ്. സ്വാശ്രയ കോളേജുകൾ യു ഡി എഫ് സർക്കാർ നടപ്പിലാക്കുകയാണെങ്കിൽ
UDF സർക്കാർ നടപ്പിലാക്കുകയാണെങ്കിൽ അതിനെതിരെ സ്വാശ്രയ കോടതിയിൽ നടപ്പിലാക്കുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റി, കേരള സെക്രട്ടേറിയറ്റ് പിന്നീട് 95കളിലേക്ക് എത്തിയപ്പോഴും സ്വാശ്രയത്തിന്റെ പേരിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പൊതുമുതലുകൾ, ബസ്സുകൾ കല്ലെറിഞ്ഞുകൊണ്ടും ഒരുപാട് പെൺകുട്ടികളെ തെരുവിൽ ഇറക്കിക്കൊണ്ടും പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ചെയ്തത്. IT യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് പഴയ കാലത്ത് പോലെ മാതാപിതാക്കന്മാർ പറഞ്ഞു തരാനുള്ള ഒരവസ്ഥയൊന്നുമില്ല. നാം തന്നെ ചിന്തിക്കണം, ചിന്തിച്ച് പെരുമാറണം. ഒരുപാട് വായനകൾ വർദ്ധിപ്പിക്കണം. പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ട് പത്രങ്ങളൊക്കെ വായിക്കാനുള്ള തന്റെ ഇടം എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. IT യുഗത്തിലാണ്. ഇനി ഫാസ്റ്റാണ്, ജീവിതം തന്നെ ഒരു ഫാസ്റ്റാണ്. അല്ലാതെ പഴയ കാലത്തെ പോലെ നമ്മളെ തേടിയെത്തും എന്ന് പറഞ്ഞുകൊണ്ട് സമയമൊന്നും നമ്മളെ തേടിയെത്തല്ല. നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് കാര്യങ്ങളൊക്കെ നീക്കണം. സംഘടനയ്ക്ക് വേണ്ടി സംഘടനയുടെ സമയം കണ്ടെത്തണം. മറ്റു വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതിനും സമയം കണ്ടെത്തണം. സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണെങ്കിലും സമയം കണ്ടെത്തണം. ജീവിതത്തിന് വേണ്ടിയാണെങ്കിലും സമയം കണ്ടെത്തണം. അല്ലാതെ സമയത്തിനെ വഹിച്ചുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തുന്ന സമയം നാം ആണ് കണ്ടെത്തേണ്ടത്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, MSF 2008 ജനുവരി മുതൽ ഡിസംബർ വരെ ആഘോഷിക്കുന്ന സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഇടുക്കി ശാഖാ കമ്മിറ്റി സംഘടിപ്പിച്ച MSFന്റെ പ്രതിനിധികളുടെ സമ്മേളനമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ജില്ലാ സെക്രട്ടറി ആനുകാലിക വിഷയങ്ങളും മറ്റൊക്കെ വേണ്ടതുപോലെ പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി കൂടുതൽ ആവശ്യങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും MSF ഈ കഴിഞ്ഞു പോയ 50 വർഷം, അത് MSFന്റെ സംസ്ഥാന കമ്മിറ്റി 1958 നിലവിൽ വന്നത് മുതൽ MSF ക്യാമ്പസുകളിലും മറ്റു ഇതര വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി MSFന്റെ പ്രവർത്തനവും MSFന്റെ തീരുമാനങ്ങളും ഒക്കെ ആ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. പറയാനുള്ള കാരണം, മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസുകളെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ CPMന്റെയോ അല്ലെങ്കിൽ BJPയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ ചട്ടുകമായി ഉപയോഗിക്കുമ്പോൾ MSF എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി സംഘടന മുസ്ലിം ലീഗിന്റെ പോസ്റ്റൽ സംഘടനയാണ് എങ്കിൽ പോലും മുസ്ലിം ലീഗിന്റെ സമരങ്ങൾക്ക് വേണ്ടി, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഈ വിദ്യാർത്ഥി സംഘടനയെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് മുമ്പ് വിഭാജന സമരം പൊട്ടിപ്പുറപ്പെട്ട അവസരത്തിൽ പോലും MSFന്റെ എല്ലാ വിദ്യാർത്ഥി സംഘടന സമരത്തിൽ ഇറങ്ങിയപ്പോഴും MSFന്റെ വിദ്യാർത്ഥികൾ സമരത്തിന് ഒരുങ്ങിയപ്പോൾ അന്ന് CD സാഹിബും CH മുഹമ്മദ് കോയൊക്കെ പറഞ്ഞത്, നിങ്ങൾ സമരത്തിന് വേണ്ട നിങ്ങളുടെ പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസമാണ്, നിങ്ങൾ വളർന്നു വരുന്ന തലമുറ നിങ്ങളാണ് നമുക്ക് ആവശ്യം, നിങ്ങളുടെ സമരത്തിന് നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് മുസ്ലിം ലീഗിന്റെയും
നേതാക്കൾ മുൻകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1000-ഓളം വില്ലേജുകളിൽ, നമ്മുടെ ഒരു വില്ലേജ് എന്ന് പറയുമ്പോൾ ആ വില്ലേജിന് കീഴിൽ 10ഉം 50ഉം 100ഉം ഒക്കെ മദ്രസകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ പശ്ചിമ ബംഗാളിലെ ഒരു വില്ലേജിൽ 1000 വില്ലേജുകളിൽ ഒരൊറ്റ മദ്രസകൾ പോലും ഇല്ലാത്ത 1000 വില്ലേജുകൾ പശ്ചിമ ബംഗാളിലുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യം പശ്ചിമ ബംഗാളിലുണ്ടായി? അവിടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിന്റെ അസാന്നിധ്യമാണ്. അതുകൊണ്ടാണ് പശ്ചിമ ബംഗാൾ ആഗ്രഹിക്കുന്ന മുസ്ലിം ലീഗ് ഈ ബനാത്ത് ബാലാ സാഹിബും അതുപോലുള്ള മറ്റുള്ള നേതാക്കളൊക്കെ പശ്ചിമ ബംഗാളിൽ പോയിക്കൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആ നന്ദിഗ്രാമിന്റെ ചരിത്രങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് അവരോട് അവതരിപ്പിക്കുകയും കേരള സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അവർ പഠിച്ചു വന്നപ്പോ അവിടെ ചേർന്ന ആ പൊതുയോഗങ്ങളിലൊക്കെ അവിടുത്തെ സ്ത്രീകളും അടങ്ങുന്ന കുട്ടികളടങ്ങുന്ന ആ ജനസമൂഹം അവിടെ ആവശ്യപ്പെട്ടത് നമുക്ക് ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം പശ്ചിമ ബംഗാളിൽ വേണമെന്നാണ്. അങ്ങനെ ആവശ്യപ്പെട്ട ആ പശ്ചിമ ബംഗാളിൽ, പക്ഷേ കേരളത്തിലേക്ക് എത്തുമ്പോഴേക്കും നമുക്കിവിടെ മുസ്ലിം ലീഗിന്റെ പ്രശ്നമില്ല. പക്ഷേ ഈ മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെ കൂടെയുള്ളവർ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുരുത്തിക്കാരോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിൽ നിന്ന് 1992 ബാബരി മസ്ജിദ് പ്രശ്നത്തിൽ മുസ്ലിം ലീഗിനോട് പിണങ്ങി പുറത്തു പോയവർ അന്ന് പറഞ്ഞത്, നമ്മളൊക്കെ പറഞ്ഞത് അന്ന് സംയമനം പാലിക്കാൻ വേണ്ടിയാണ്. കാള പറ്റി എന്ന് പറയുമ്പോൾ കാരെടുക്കാറില്ല മുസ്ലിം ലീഗ്. കാരണം കാള പെറുവോ എന്നാണ് ആദ്യം നോക്കല്. കാള പ്രസവിക്കാറുണ്ടോ? അത് ഉണ്ടെങ്കിൽ മാത്രമേ കാരെടുത്ത് പോകാറുള്ളൂ. പക്ഷെ മുസ്ലിം ലീഗ് അന്ന് ചിന്തിച്ചത് അതായിരുന്നു. കാരണം ഒരു നരസിംഹറാവു എന്ന പ്രധാനമന്ത്രി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ പ്രവർത്തിച്ചതിന്റെ പേരിൽ മൊത്തം ആ രാഷ്ട്രീയ പാർട്ടി മൊത്തം കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ കുറ്റം ചെയ്തു എന്നതിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തെ മൊത്തം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ പറയുന്ന മുഖ്യ എതിരാളികളായി എല്ലാ ക്യാമ്പസുകളിലും MSFന്റെ സാന്നിധ്യമുണ്ട്. ബാക്കിയുള്ള ജില്ലകൾ അവസ്ഥ എതിരില്ലാതെ തിരഞ്ഞെടുക്കും. കാരണം MSFന്റെ ചെറിയ സ്ഥാനം മുസ്ലിം തിരുവനന്തപുരത്തും കോട്ടയം ജില്ലകളിലെ മുസ്ലിം വിദ്യാർത്ഥികൾ അപൂർവമാണ്. ഒരു ക്യാമ്പസിൽ തന്നെ 10-20 മുസ്ലിം വിദ്യാർത്ഥികൾ ഉണ്ടാവും. അവർ ഹെൽത്ത് സംഘടനാ ബന്ധത്തിനുണ്ടായി പുറത്തു പ്രവർത്തിക്കുക, ക്യാമ്പസിനകത്ത് അങ്ങനെ പ്രവർത്തിക്കാറില്ല. പക്ഷെ അവർക്ക് ഇപ്രാവശ്യം അനുഭവിച്ചത്. പക്ഷേ വരും കാലങ്ങളിൽ ഇപ്രാവശ്യം MSFന്റെ സംസ്ഥാന കമ്മിറ്റി പ്രത്യേക പാക്കേജായി കാണുന്നത് ദക്ഷിണ മേഖലയാണ്. തിരുവനന്തപുരം, മറ്റുള്ള ജില്ലകൾ, അതുമായി തെക്കൻ ജില്ലകളിൽ കൂടുതൽ പ്രവർത്തനം നടത്തണം. അതിനുവേണ്ടിയാണ് കോഴിക്കോടിനപ്പുറം കൂടുതൽ പ്രവർത്തനം കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സമിതി ഒരുപാട് പരിപാടികൾ ജനുവരി മുതൽ ഡിസംബർ വരെ ഏകദേശം 14ഓളം പരിപാടികൾ ഓരോ മാസം 1-2 വീതം പരിപാടികൾ എന്നെങ്കിൽ, പക്ഷെ എല്ലാ തെക്കൻ ജില്ലകളിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള പരിപാടികളാണ്. അതുകൊണ്ട് MSFന് ഇനിയും SFIയെക്കാളും വരും കാലങ്ങളിൽ വലിയ ശക്തമായി നമുക്ക് മുന്നേറാൻ സാധിക്കും. നിങ്ങളുടെ സജീവമായ പിന്തുണ അതിനുണ്ടാകണം. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞു തീവ്രവാദ സംഘടനകളിൽ നിന്ന് ഒരുപാട് സംഘടന ഇനിയും ഉദയം ചെയ്യും. നേരത്തെ പറഞ്ഞു ഇസ്ലാമിക് സ്റ്റുഡൻസ് അസോസിയേഷൻ സിമിയുടെ പുതിയൊരു പതിപ്പാണ്. അതുപോലെ ക്യാമ്പസ് ഫ്രണ്ട് പേര് കൊണ്ട് മുസ്ലിം പേരില്ല. അതുപോലെ പക്ഷേ പ്രവർത്തനങ്ങളൊക്കെ വെറും തീവ്രവാദ ശൈലി, ഇരുട്ടിന്റെ മറവിൽ മെഴുകുതിരി വെട്ടത്തിൽ ക്ലാസ് എടുക്കുകയും ഖുർആൻ ആയത്തും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ സിദ്ധാന്തങ്ങൾ ബദ്രുദ്ധത്തെ പോലും ഒരു തീവ്രവാദ ചിന്താഗതിയിലേക്ക് യുവാക്കൾ നയിക്കുന്ന രീതിയിലാണ് സിമി, ക്യാമ്പസ് ഫ്രണ്ട്, NDF പോലുള്ള തീവ്രവാദ സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കണം. അപ്പോൾ ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കണം, ചിന്തിക്കേണ്ടത് ഒരു പോസ്റ്റ് ഒട്ടിച്ചതിന്റെ പേരിൽ ചമ്മനാട്ട ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ഇന്നും ഹോസ്റ്റൽ സബ്ജയിൽ അഴിയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഗൗരവമായ ചിന്തകൾ ഉണ്ടാക്കണം. കാരണം ഏതൊരു മുസ്ലിം വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്ന അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണം, അതിന്റെ നേതൃത്വം ആരാണ്, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് നിങ്ങളെ ക്യാമ്പസുകളിൽ നിങ്ങൾ ചെറിയ പ്രായത്തിലുള്ളവരാണ്, പക്ഷെ ഇനി നിങ്ങൾക്ക് വളരെ പ്രവർത്തിക്കാനുണ്ട്. നിങ്ങൾ ക്യാമ്പസിൽ പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് സംഘടനകൾ നിങ്ങളെ മാടി വിളിക്കും. ഒരുപാട് ക്യാമ്പസ് ഫ്രണ്ട്, അതുപോലെ ഇസ്ലാമിക് സ്റ്റുഡൻസ് അസോസിയേഷൻ, പിന്നീട് വീണ്ടും സംഘടന കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഉണ്ടായ ലിപ്സോ, അലിഗഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വീണ്ടും ഒരു തീവ്രവാദ ചിന്താഗതി വീണ്ടും വരും. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിനിടെ ഒരുപാട് ശുചീകരണ പ്രവർത്തനം നടത്താൻ വേണ്ടി ഒരുപാട് സംഘടനകൾ നിങ്ങളെ മാടി വിളിക്കും. പക്ഷേ MSFന്റെ ഒരുപാട് പോരായ്മകളുണ്ട്, സത്യമാണ്, പോരായ്മകളുണ്ട്. അവന്റെ സമരത്തിൽ തീവ്രത പോരാ. നിങ്ങൾ എല്ലാ കാര്യവും ഞങ്ങളടക്കം സമ്മതിക്കുന്ന കാര്യമാണ്. MSFന്റെ സമരത്തിൽ തീവ്രത പോരാ. SFI പോലുള്ള ഒരു സമര പോരാട്ടം MSFന് കാഴ്ചവെക്കാൻ സാധിക്കുന്ന